ഇതായിരുന്നു നിനക്ക് ഫസ്റ്റ് റിലേഷൻ? വേറെ രണ്ടുപേരുണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്ന റിലേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. നീ മുമ്പ് ഉണ്ടായിരുന്നു റിലേഷൻ പറയില്ല. പിന്നെ ഇപ്പൊ എന്റെ ഇപ്പൊ ഞാൻ വരാൻ നിർത്തിയാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു കല്യാണം വന്നു നിൽക്കുന്നുണ്ട്. അങ്ങനെയുണ്ടോ? എന്ന് പറഞ്ഞാൽ എന്റെ ഭയങ്കര ഫ്രണ്ടായിരുന്നു. കല്യാണം ആലോചിച്ചു എന്റെ വീട്ടിലോട്ട്. ബിഗ് ബോസ് കഴിഞ്ഞ് പോകുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. റിലേഷൻ അല്ല, നമ്മള് പറയില്ലേ നോക്കാം. എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങളിതുപോലെ അതുപോലെ ഇല്ല, നോക്കാം. എനിക്ക് മോതിര ചടങ്ങൊന്നും പിന്നെ അറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, പുള്ളിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, കാരണം എന്റെ ഫ്രണ്ടായിരുന്നു. 1.5 വർഷത്തോളം എന്റെ ഫ്രണ്ടാണ്. ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഏകദേശം 12:30 കഴിഞ്ഞിരിക്കുന്നു രാത്രി. ഈ സമയത്ത് ജിൻഡോയുമായിട്ട് സംസാരിക്കുമ്പോൾ ജിൻഡോ ചോദിക്കുകയാണ്, നിനക്ക് 2-3 റിലേഷൻ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ പറയുന്നു 2-3 ഇല്ല, 2 മാത്രമേ ഉള്ളായിരുന്നു. അതിലൊന്ന് പോയി, പിന്നെ ഒന്ന് അത് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അഫ്സലിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എൻ്റെ 1.5 വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കല്യാണം ആലോചിച്ച് വീട്ടിലേക്ക് വന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മോതിരം മാറൽ ഒന്നും നടന്നിട്ടില്ല, അങ്ങനെ ചടങ്ങുകളൊന്നും നടന്നിട്ടില്ല. സംസാരത്തിൽ കൂടി ജാസ്മിൻ ചില കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ അങ്ങനെ കമ്മിറ്റഡ് ഒന്നുമല്ല, ജസ്റ്റ് എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കല്യാണം ആലോചിച്ച് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മോതിരം മാറൽ പോലും ഞങ്ങൾ തമ്മിൽ നടന്നിട്ടില്ല. ഈ ജാസ്മിൻ മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ കമ്മിറ്റഡ് ആണ്, മറ്റൊരാളിനോട് ഞാൻ മടങ്ങി ചെല്ലും എന്ന് വാക്ക് കൊടുത്തിട്ട് പോന്നിരിക്കുകയാണ് എന്നൊക്കെ. ഇപ്പോൾ പറയുന്നു ജസ്റ്റ് കല്യാണം ആലോചിച്ച് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഇപ്പോൾ ജാസ്മിൻ ഇത് പറയുവാൻ കാരണം? കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഫാമിലി വീക്കിനോടുള്ള ബന്ധത്തിൽ മാതാപിതാക്കൾ അവിടേക്ക് കയറി വന്നപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഫ്സലിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്നുള്ളത് ജാസ്മിന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഞാൻ കമ്മിറ്റഡ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് കല്യാണം ആലോചിച്ച് വീട്ടിലേക്ക് വന്നു, ബിഗ് ബോസിൽ നിന്ന് മടങ്ങി വരട്ടെ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അതിനപ്പുറത്ത് വേറെ കാര്യങ്ങൾ ഒന്നുമില്ല എന്ന്. ചില നേരത്ത് ജാസ്മിന്റെ ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ തോന്നും എല്ലാം അറിയാം എങ്കിലും ഒന്നും അറിയില്ല എന്ന്. അതെ, ഒന്നും അറിയാത്തതുപോലെയുള്ള സംസാരമാണ്. ജാസ്മിന് ബോധമില്ലേ? ഈ വിഷയത്തെ സംബന്ധിച്ച് ജാസ്മിൻ എന്തവിടെ സംസാരിച്ചാലും അതെല്ലാം സമൂഹം ഇങ്ങനെ ജാഗ്രതയോടെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇതെല്ലാം കണ്ടന്റുകളായി മാറുകയാണ്, ഇത് ചർച്ചയും വിവാദവുമായി മാറുകയാണ്. ഇതിനൊക്കെ കണക്കിന് മറുപടി പറയേണ്ട സാഹചര്യങ്ങൾ വീണ്ടും സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം വലിയ പരിക്കുകളില്ലാതെ പോകുവാൻ കഴിയുന്ന ഏക മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ അവിടുത്തെ ഗെയിമിൽ മാത്രം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ ജാസ്മിൻ തന്നെയും തൻ്റെ വീട്ടുകാരെയും ശരിക്കും അടിക്കുവാനുള്ള വടി ആൾക്കാരുടെ കയ്യിലേക്ക് എടുത്തിട്ട് കൊടുക്കുകയാണ്. എന്തായാലും ജാസ്മിന്റെ പല വാക്കുകളും വലിയ വിവാദമുണ്ടാക്കിയതുപോലെ ഇന്ന് രാത്രിയിൽ ജിൻഡോയുമായി സംസാരിക്കുന്ന ഈ വാക്കുകളും അടുത്ത ദിവസങ്ങളിൽ ചർച്ചയാക്കപ്പെടും, ഇത് വിവാദമാക്കപ്പെടും. ജസ്റ്റ് ഒരു കല്യാണം മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ, ബിഗ് ബോസിൽ നിന്ന് വരുമ്പോൾ നോക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായിരുന്നു യാഥാർത്ഥ്യമെങ്കിൽ അഫ്സല് എല്ലാം നഷ്ടപ്പെട്ടവനായി, മനസമാധാനം തകർന്നവനായി, സമൂഹത്തിൽ യാതൊരു വിലയുമില്ലാത്തവനായി, മാനസികമായി തകർക്കപ്പെട്ട് എന്തുകൊണ്ടിങ്ങനെ നടക്കേണ്ടി വരുന്നു? അപ്പോൾ ജസ്റ്റ് ഒരു കല്യാണാലോചനയല്ല, അതിനപ്പുറത്തായിരുന്നു എന്നുള്ളത് അഫ്സലിന്റെ വാക്കിൽ കൂടി നമുക്ക് വ്യക്തമാണ്. ഇരുവരും തമ്മിൽ 1.5 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ജാസ്മിനെ കുറിച്ച് ഏറെ അറിയാവുന്ന ഒരു വ്യക്തിയുമാണ് അഫ്സൽ. ഒടുവിലായി കല്യാണാലോചനയും നടത്തി. ഇതിൽ ഒതുങ്ങുന്നതേ ഉള്ളൂ കാര്യങ്ങളെങ്കിൽ എന്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒരു ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നു? എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ബിഗ് ബോസിനകത്തും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാലും തുടർന്നുള്ള കാലഘട്ടം ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം വേദനയുടെയും സങ്കടത്തിന്റെയും അസ്വസ്ഥതകളുടേതുമാണെന്ന് സംശയലേശമില്ലാതെ നമുക്ക് പറയുവാൻ കഴിയും.